കടൽക്ഷോഭത്തിന് പരിഹാരം കാണാത്തതിനെ തുടർന്ന് കൊച്ചി എടവനക്കാട് പഞ്ചായത്തിൽ നാളെ ഹർത്താൽ ആചരിക്കും. തീരദേശ സംരക്ഷണ സമിതിയാണ് ഹർത്താലിന് ആഹ്വാനം ചെയ്തത്. എസ് രാഗിൻ വിവരങ്ങളുമായിട്ട്. രാഗിൻ, എടവനക്കാടൊക്കെ ഇപ്പോൾ വലിയ പ്രശ്നമാണ്. ഇപ്പോൾ ഈ ടെട്രാപോഡ് വന്ന് കുറേ ഭാഗങ്ങൾ രക്ഷപ്പെട്ടപ്പോൾ അതില്ലാത്ത ഇടങ്ങളിലേക്ക് കടൽ ഇരച്ചു കയറുന്നു. ഒരുപാട് കുടുംബങ്ങൾ പ്രതിസന്ധിയിലാകുന്നു. ഈ ഹർത്താലിന് മറ്റു സംഘടനകളുടെയൊക്കെ പിന്തുണയുണ്ടോ? എന്തൊക്കെയാണ് വിവരം? എല്ലാ സംഘടനകളുടെയും പിന്തുണ ഹർത്താലിനുണ്ട് എന്നാണ് വ്യക്തമാകുന്നത്. തീരദേശ സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിലാണ് നാളെ ഹർത്താൽ. ഇന്ന് രാവിലെ ഒരു ഏകദേശം 8 മണി മുതൽ ഈ സമയം വരെ റോഡ് ഉപരോധം നടക്കുകയായിരുന്നു. ഒരു സംസ്ഥാന പാതയാണ്, വൈപ്പിൻ ചെറായി പാതയാണ്. അവിടെ റോഡ് ഉപരോധം നടക്കുകയായിരുന്നു. വാഹനങ്ങളൊന്നും തന്നെ വിടുന്നുണ്ടായിരുന്നില്ല. തുടർന്ന് സബ് കളക്ടർ അടക്കം എത്തി ചില കാര്യങ്ങൾ മുന്നോട്ട് വെച്ചെങ്കിലും അത് അംഗീകരിക്കാൻ അവർ തയ്യാറായിരുന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ടെട്രാപോഡ് ചെല്ലാനം മാതൃകയിൽ തന്നെ വേണം എന്നതാണ് അവരുടെ ആവശ്യം. പക്ഷേ സർക്കാർ പറയുന്നത് DPR അയച്ചിട്ടുണ്ട്, അതിന് സാങ്ഷനായി വരാനുള്ള സമയമെടുക്കും എന്നതാണ്. എന്തായാലും ഈ വിഷയം നിലനിൽക്കെയാണ് ഉപരോധ സമരം നടത്തിയത്. ഇപ്പോൾ ഉപരോധ സമരം താൽക്കാലികമായി പിൻവലിച്ചിട്ടുണ്ട്. പക്ഷേ നാളെ ജില്ലാ കളക്ടറുമായി ചർച്ച നടത്തുന്നുണ്ട്. ഇതിലൊരു ഉചിതമായ തീരുമാനം ഉണ്ടായില്ല എങ്കിൽ വീണ്ടും ശക്തമായിട്ടുള്ള സമരവുമായി പോകുമെന്നതാണ് വ്യക്തമാകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ കടലാക്രമണം രൂക്ഷമായിരുന്നു. പ്രത്യേകിച്ചും ഈ എടവനക്കാട്, കണ്ണമാലി മേഖലകളിലാണ് കടലാക്രമണം രൂക്ഷമായിട്ടുള്ളത്. അത് വൈകിട്ടാണ് കൂടുതൽ ഇത്തരത്തിൽ ശക്തമായി വരികയും ചെയ്യുന്നത്. ഈ എടവനക്കാടിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് തൊട്ടപ്പുറത്ത് കുഴിപ്പള്ളി പഞ്ചായത്തുണ്ട്, ഇപ്പുറത്ത് നായരമ്പലം പഞ്ചായത്തുണ്ട്, അവിടെ പുലിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ മേഖലകളിൽ കടലാക്രമണം അല്പം കുറവാണ്. പക്ഷേ എടവനക്കാട് പഞ്ചായത്ത് മേഖലകൾ ഏകദേശം ഒരു 3.5 കിലോമീറ്ററോളം വരുന്ന മേഖലകളിൽ ശക്തമായിട്ടുള്ള കടലാക്രമണമാണ്. അവിടെ ഈ കടൽ ഭിത്തി ഇടിഞ്ഞു താഴുന്ന അവസ്ഥയാണ്. ശാശ്വത പരിഹാരം എന്ന് പറയുന്നത് ടെട്രാപോഡാണ്. ആ ടെട്രാപോഡ് നിർമ്മിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ പറയുന്നത് ജിയോ ബാഗ് ഉൾപ്പെടെ മണൽ നിറച്ച് ഇടാമെന്നാണ്. പക്ഷേ അതിനോട് ഇവർക്ക് താല്പര്യമില്ല. കാരണം ഒരു തവണ ജിയോ ബാഗ് ഇട്ടിട്ടും അത് പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്നാണ് പറയുന്നത്. എന്തായാലും ഇതാണ് നിലവിലെ ഇവിടുത്തെ സിറ്റുവേഷൻ. അതോടൊപ്പം തന്നെ കണ്ണമാലി മേഖലകളിലും ഈ കടലാക്രമണം ശക്തമായിട്ടുണ്ട്. മഴ അത്ര ശക്തമായി വരുന്നില്ല. മഴ ഇങ്ങനെ മൂടിക്കെട്ടിയ അന്തരീക്ഷവും ചാറ്റൽ മഴയും ഒക്കെയായി നിൽക്കുകയാണ്. വലിയ വെള്ളക്കെട്ടോ അത്തരം രീതിയിലേക്ക് ഈ ടൗൺ പ്രദേശങ്ങളിലേക്ക് എത്തിയിട്ടില്ല. പക്ഷേ കടലാക്രമണമാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അതോടൊപ്പം തന്നെ കിഴക്കൻ മേഖലകളിൽ ഈ മരക്കൊമ്പൊടിഞ്ഞു വീണുണ്ടാകുന്ന അപകടങ്ങൾ, അത്തരം പ്രശ്നങ്ങളുമുണ്ട്. ഈ കടലാക്രമണം മൂലം പല വീടുകളിലും വെള്ളം കയറുകയും കേടുപാടുകൾ സംഭവിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതിൽ കണക്കെടുപ്പ് നടത്തി നഷ്ടപരിഹാരം നൽകുമെന്നാണ് ഇന്ന് സബ് കളക്ടർ അടക്കം വ്യക്തമാക്കിയിട്ടുള്ളത്. പക്ഷേ ശാശ്വത പരിഹാരമായിട്ടുള്ളത് പുലിമിട്ടും അതോടൊപ്പം തന്നെ ഈ ടെട്രാപോഡ് നിർമ്മാണവുമാണ്. അത് സാധ്യമായിട്ടില്ല. പക്ഷേ അത് ഉടനെ സാധ്യമാകാനും സാധിക്കില്ല എന്നതാണ് സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. ശരി, രാഗിനാണ് വിവരങ്ങൾ നൽകിയത്.